ഒരു പ്രൊഫഷണൽ നാടക ഗ്രൂപ്പാണ് അരങ്ങ്. 12 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് അരങ്ങിന്റെ പ്രവർത്തകർ. സ്ത്രീ കഥാപാത്രമായ അഞ്ജലിയെ അവതരിപ്പിച്ചിരിക്കുന്നത് സെറിൻ ഷിഹാബാണ്. അഞ്ജലിക്ക് ഒരു ദിവസം 12 പുരുഷന്മാരിൽ ഒരാളിൽ നിന്ന് വളരെ അവിചാരിതമായി ഒരു ലൈംഗിക അതിക്രമണം ഉണ്ടാകുന്നു. ശേഷം കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും എന്താണ് സംഭവിക്കുന്നത്, ആരാണ് അവളെ ഉപദ്രവിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു മലയാളം ത്രില്ലർ ചിത്രമാണ് ആട്ടം. പുരുഷാധിപത്യം നിറഞ്ഞ സമൂഹത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയ്ക്കുള്ള വിഷയം മാത്രമേ ആകുന്നുള്ളൂ എന്നും അതിനൊരു പരിഹാരം ആരുടെയും ഉത്തരവാദിത്വമല്ല എന്നുമുള്ള പുരുഷ കേന്ദ്രീകൃത സമൂഹ മനസ്ഥിതിയെയാണ് സിനിമ ചൂണ്ടിക്കാട്ടുന്നത്. ആട്ടം എന്ന സിനിമയുടെ പേര് അവതരണം എന്ന അർത്ഥത്തിനപ്പുറം പുരുഷ നിലപാടുകളുടെ നട്ടലില്ലാത്ത മാറ്റങ്ങളെ സർഗാത്മകമായി സൂചിപ്പിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സെറിൻ ഷിഹാബ് അവതരിപ്പിക്കുന്ന അഞ്ജലി എന്ന ഇന്റീരിയർ ഡിസൈനറെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അരങ്ങ് എന്ന അമച്വർ നാടക സംഘത്തിലെ ഒരേ ഒരു സ്ത്രീ കഥാപാത്രം കൂടിയാണ് അവൾ. വിവിധ മേഖലകളിൽ ജോലിയെടുക്കുന്ന 12 പുരുഷന്മാരാണ് അരങ്ങ് നാടക സംഘത്തിലെ ബാക്കിയുള്ളവർ. കലാഭവൻ ഷാജോണിന്റെ ഹരി എന്ന കഥാപാത്രമാണ് ഇപ്പോഴത്തെ നാടകത്തിലെ നായകൻ. നായകവേഷം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് വിനയ് ഫോർട്ടിന്റെ കഥാപാത്രമായ വിനയാണ്. എന്നാൽ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ സുർജിത്തിന്റെ കഥാപാത്രമായ നാടക ഡയറക്ടർ ഹരിയെ നായകനാക്കുകയായിരുന്നു. നാടകാവതരണത്തിന് തൊട്ടുമുമ്പുള്ള പിന്നണി അനുഭവങ്ങളിലേക്കാണ് ക്യാമറ തുടർന്ന് പാൻ ചെയ്യുന്നത്. ഒരു ഹിന്ദി പത്രലേഖിക ഇംഗ്ലീഷിൽ ഡയറക്ടറോട് നാടകത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ ഹരി വന്ന് സിജിൻ ഒരു നമ്പരുമായി ഹിന്ദിക്കാരി കൊച്ചിനെ കാണാൻ വരുമെന്ന് ഡയറക്ടറെ അറിയിക്കുന്നു. എന്നിട്ട് ഹരി വന്ന് ഡയറക്ടർ നിന്നെ അന്വേഷിക്കുന്നു എന്ന് സിജിനോടും പറയുന്നു. സിജിൻ ഡയറക്ടറുടെ അടുത്ത് ചെന്ന് തന്നെ അന്വേഷിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് ഹരിയുടെ ഒരു പണിയാണെന്ന് അവന് മനസ്സിലാകുന്നത്. അന്നത്തെ നാടകാവതരണം കഴിയുമ്പോൾ ഒരു സായിപ്പും മദാമയും അണിയറയിൽ വന്ന് അഭിനേതാക്കളെ അഭിനന്ദിക്കുന്നു. ഇവര് ഹരിയുടെ ഫ്രണ്ട്സാണ്. ഫോർട്ട് കൊച്ചിയിലെ കോട്ടേജിലേക്ക് ഒരു പാർട്ടിക്കായി അവർ നാടക സംഘത്തെ ക്ഷണിക്കുന്നു. അവിടെ എത്തുമ്പോൾ വാനിൽ വെച്ച് മറ്റാരുമില്ലാത്ത സമയത്ത് പ്രശാന്ത് അഞ്ജലിയോട് തനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ വളരെ നൈസായിട്ട് അഞ്ജലി ആ സീൻ ഒഴിവാക്കുന്നു. റിസോർട്ടിൽ വെച്ച ഡയറക്ടറോട് വിനയ് തന്റെ നായകസ്ഥാനം ഹരി തട്ടിയെടുത്തതിനെ പറ്റി പരാതി പറയുന്നുണ്ട്. സിനിമാ നടൻ ആയതുകൊണ്ട് ഹരി വന്നതിന് ശേഷം നാടകത്തിന് കൂടുതൽ ബുക്കിംഗ് കിട്ടിത്തുടങ്ങി എന്നും തുച്ഛവരുമാനക്കാരായ മറ്റ് അഭിനേതാക്കൾക്ക് അതൊരു ആശ്വാസമായി എന്നുമാണ് ഡയറക്ടറുടെ പക്ഷം. ഇനി താൻ നായകസ്ഥാനം പ്രതീക്ഷിക്കേണ്ട അല്ലേ എന്ന് പറഞ്ഞ് നിസ്സംഗനായി വിനയ് തിരിയുമ്പോൾ ആ സീൻ അവിടെ അവസാനിക്കും. കാറിൽ വെച്ച് കടമായി 1.5 ലക്ഷം രൂപയുടെ ചെക്ക് ഹരിയിൽ നിന്നും ഈ സമയം പ്രശാന്ത് വാങ്ങുന്നുണ്ട്. ഇക്കാര്യം മറ്റാരും അറിയരുത്, അറിഞ്ഞാൽ കടക്കാരുടെ ബഹളമായിരിക്കുമെന്ന് ഹരി പ്രശാന്തിനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. വിനയും അഞ്ജലിയും തമ്മിലുള്ള ഒരു ക്ലോസ് ലവ് സീനാണ് അടുത്തത്. വിനയ് വിവാഹിതനാണെങ്കിലും ഡിവോഴ്സിന് ശ്രമിക്കുന്ന ആളാണ്. അടുത്ത് കാണിക്കുന്നത് റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിന്റെ കരയിലിരിക്കുന്ന വെള്ളമടി പാർട്ടിയിലേക്കാണ്. 2-3 പേർ മാത്രമാണ് ഭാര്യയെ പേടിച്ചും മറ്റും മദ്യപിക്കാതിരിക്കുന്നത്. അഞ്ജലിയും നന്നായി പുരുഷന്മാരോടൊപ്പം മദ്യപിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മദ്യപിച്ച കൂട്ടുകാരെ ഓരോരുത്തരായി ഹരി പൂളിൽ തള്ളിയിടും. കൂട്ടത്തിൽ അഞ്ജലിയെ തള്ളിയിടുമ്പോൾ വിനയ് അവനോട് ചൂടാവുന്നുണ്ട്. പൂളിൽ വീണ കെട്ടിറങ്ങിയവർ വെള്ളമടിക്കാൻ വീണ്ടും വട്ടം കൂട്ടുന്നു. അഞ്ജലി കിടക്കാനായി പോകുമ്പോൾ സ്റ്റെയർ കേസിന് സമീപത്ത് വെച്ച് പ്രശാന്ത് അഞ്ജലിയോട് പ്രണയം പറയാൻ ചെല്ലുന്നുണ്ടെങ്കിലും അവൾ തനിക്ക് അങ്ങനെയൊന്നുമില്ലെന്നും അതൊന്നും മനസ്സിൽ വെച്ചിരിക്കേണ്ട എന്നൊക്കെ പ്രശാന്തിനോട് പറയുന്നുണ്ട്. നാടകത്തിലെ അഭിനേതാവായ സുധീറിന്റെ ഭാര്യ ഷാജിദയോടും മകളോടുമൊപ്പം അഞ്ജലി ശേഷം മുറിയിൽ പോയി കിടക്കുന്നു. ഷാജിദയുടെ മകൾക്ക് പനിയായതിനാൽ AC ഓഫ് ചെയ്ത് ജനൽ തുറന്നിട്ടാണ് അഞ്ജലി ഉറങ്ങാനായി കിടക്കുന്നത്. പിറ്റേന്ന് രാവിലെ അഞ്ജലിയെ അന്വേഷിച്ച വിനയ് മുറിയിൽ ചെല്ലുമ്പോൾ അവൾ 5:30 തന്നെ ഊബർ വിളിച്ചു പോയി എന്ന് ഷാജിദ വിനയോട് പറയുന്നു. അടുത്ത സീനിൽ കോട്ടേജിൽ വെച്ച് രാത്രി തന്നോട് ഹരി ലൈംഗികാതിക്രമം നടത്തിയെന്ന് അഞ്ജലി വിനയോട് പറയുന്നു. തുറന്നു കിടന്ന ജനാലയിലൂടെ കൈയിട്ട് അവളെ ഉപദ്രവിച്ചുവെന്നാണ് അവളുടെ പരാതി. ഇക്കാര്യം നാടക സംഘത്തിലെ മുതിർന്ന അംഗമായ മദനനെ വിനയ് നേരിട്ട് വിളിച്ചു പറയും. മദനൻ അഞ്ജലിയെ വിളിച്ച കാര്യം തിരക്കി ഉറപ്പിക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഒരു മീറ്റിംഗിനായി അയാൾ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ചർച്ചയിൽ പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഹരിയാണ് അത് ചെയ്തതെന്ന് ഉറപ്പുവരുത്തണം എന്നതാണ് അവിടെ ഉയർന്ന പ്രധാന വിരുദ്ധാഭിപ്രായം. സിജിനാണ് ഇത് പറയുന്നത്. കള്ളു കുടിച്ചതുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ ചെയ്യാൻ തോന്നിയത് എന്ന അഭിപ്രായം വരുമ്പോൾ കള്ളല്ല പ്രശ്നമെന്നും പ്രശ്നം ഹരിയാണെന്നുമാണ് വിനയ് പറയുന്നത്. ഈ ചർച്ച നടക്കുമ്പോഴേക്കും സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ സംഭവം പറയാൻ ഒരാഴ്ച എടുത്തത് എല്ലാവരിലും സംശയമുണ്ടാക്കുന്നുണ്ട്. എന്താണ് ഇക്കാര്യം പറയാൻ ഇത്ര താമസം നേരിട്ടതെന്നും സിജിൻ ചോദിക്കുന്നു. ഹരിയെയും അഞ്ജലിയെയും വിളിച്ചു വരുത്തി കോംപ്രമൈസ് ചെയ്യണം എന്ന് ചിലർ പറയുന്നുണ്ട്. ഹരിയെ പുറത്താക്കണം എന്നാണ് സുധീറിന്റെ പക്ഷം. കാര്യം പുറത്തറിഞ്ഞാൽ ഗ്രൂപ്പിന്റെ അവസാനമാണ്.
കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഹരി നാടക ഗ്രൂപ്പിലെ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അഞ്ജലി ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയാനാണ് വിനയ് പറയുന്നത്. ഈ സംഭവം നടന്നിട്ട് ഷാജിദ എന്തുകൊണ്ട് അറിഞ്ഞില്ല? വിനയും അഞ്ജലിയുമായി ക്ലോസ് അല്ലേ? എന്തുകൊണ്ട് അവൾ ഇത് വിനയോട് പോലും പറഞ്ഞില്ല? നായകവേഷം തിരികെ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള വിനയുടെ തന്ത്രമാണിത്. ഈ സംഭവം നടന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നും മറ്റും പല അഭിപ്രായങ്ങളും അവിടെ രൂപപ്പെടുന്നുണ്ട്. വിരുദ്ധാഭിപ്രായമുള്ളവരെ ഇണക്കി ഹരിയെ എങ്ങനെയെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാനാണ് വിനയ് ശ്രമിക്കുന്നത്. ഹരിയെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗ്രൂപ്പ് ഡയറക്ടർക്ക് കൊടുക്കാൻ വേണ്ടി അവരൊരുമിച്ച് ഒരു കത്ത് തയ്യാറാക്കുന്നു. അഞ്ജലിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഈ തീരുമാനം അറിയിക്കണം എന്ന അഭിപ്രായം തുടർന്ന് അവിടെ ഉണ്ടാകുന്നു. ഫോൺ എടുക്കരുതെന്ന് ഈ സമയം വിനയ് മെസ്സേജ് അയക്കുന്നത് അവൾ കാണുന്നില്ല. പല നിർദ്ദേശങ്ങൾക്കും ഒടുവിൽ ഷെൽവൻ അഞ്ജലിയെ വിളിച്ച് അവിടേക്ക് വരാൻ പറയുന്നു. അഞ്ജലി അങ്ങോട്ട് വരാൻ തയ്യാറായതുകൊണ്ട് തന്നെ അവളെ പിക്ക് ചെയ്യാൻ മദനൻ വിനയോട് പറയുന്നു. തുടർന്ന് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഹരിയുടെ ഫോൺ മദനന് വരുന്നു. ഹരി 10 മിനിറ്റിനുള്ളിൽ മദനന്റെ വീട്ടിൽ ഒരു സർപ്രൈസ് പറയാനായി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്യും. എന്നാൽ ഇവിടെ നടന്ന മീറ്റിംഗ് ഒരു കാരണവശാലും ഹരി അറിയരുതെന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചെരുപ്പുകളും ബൈക്കുകളും മറ്റും പരിസരത്തു നിന്നും മാറ്റി അവരെല്ലാം മുകളിലത്തെ നിലയിലേക്ക് പോയി മറഞ്ഞിരിക്കും. ഹരി വന്ന് അവതരിപ്പിക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയായിരുന്നു. 3 മാസത്തെ ഒരു യൂറോപ്യൻ ട്രിപ്പിന് നാടകം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 18 ദിവസത്തെ അവതരണത്തിന് ശേഷമുള്ള 72 ദിവസം 4 രാജ്യങ്ങളിലായി അടിച്ചു പൊളിക്കാമെന്നും 8 ലക്ഷം രൂപ വീതം ഓരോരുത്തർക്കും പേയ്മെന്റ് ഉണ്ടെന്നും ഹരി പറയുന്നു. കാര്യമറിഞ്ഞതോടെ ഹരിയെ ട്രൂപ്പിൽ നിന്ന് പുറത്താക്കണമെന്ന അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ടാകുന്നതാണ് സിനിമയിലെ ട്വിസ്റ്റ്. അടുത്ത് കാണിക്കുന്നത് വിനയ് അഞ്ജലിയെ അവളുടെ കൂട്ടുകാരിയുടെ ഫ്ളാറ്റിൽ വന്ന് കാണുന്ന സീനാണ്. തന്റെ ശരീരത്തിൽ ഹരി പിടിച്ചത് അഞ്ജലി നേരിട്ട് കണ്ടിട്ടില്ല. അതായത് അവൾ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഹരി പിടിച്ചുവെന്ന് അവൾ പറയുന്നത്. എന്നാൽ നീ ഹരിയെ കണ്ടു എന്ന് പറയണമെന്ന് വിനയ് അവളോട് പറയുന്നു. അങ്ങനെ കള്ളം പറഞ്ഞെനിക്കൊന്നും സാധിക്കാനില്ല എന്ന് അഞ്ജലി വിനയോട് പറയുന്നു. ഇക്കാര്യം നീ ആദ്യം എന്നോടല്ല മദനോടാണ് പറഞ്ഞതെന്ന് പറയണമെന്നും നമ്മുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവർ അറിഞ്ഞാൽ നമ്മൾ ഹരിയെ പുറത്താക്കാൻ ചെയ്യുന്ന നാടകമായി അവരത് വ്യാഖ്യാനിക്കും എന്നും വിനയ് അഞ്ജലിയോട് പറയുന്നുണ്ട്. അങ്ങനെ ആ സീൻ കട്ടായി വീണ്ടും നാടക ഗ്രൂപ്പിനെയാണ് കാണിക്കുന്നത്. ഒരാൾക്ക് 8 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞത് എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായി അത്ര മെച്ചത്തിലൊന്നുമായിരുന്നില്ല എല്ലാവരുടെയും ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാശിന് നല്ല ആവശ്യവുമുണ്ടായിരുന്നു. അവൻ അവളെ കയറി പിടിച്ചതിന് നമ്മൾ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? കോംപ്രമൈസ് ആണ് ഉചിതം തുടങ്ങിയ അഭിപ്രായങ്ങൾ ഗ്രൂപ്പിൽ വീണ്ടും ഉണ്ടാകുന്നു. ഒടുവിൽ ഹരിക്ക് വേണ്ടി അവളോട് മാപ്പ് ചോദിക്കാനായി സീനിയേഴ്സായ 4 പേർ ചുമതലയേൽക്കുന്നു. അഞ്ജലിയെയും കയറ്റി വിനയ് കാർ ഓടിക്കുന്ന സമയത്തും ഹരിയെ അഞ്ജലി കണ്ടു എന്ന് തന്നെ പറയണമെന്നാണ് വിനയ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്ക് കള്ളം പറയാൻ കഴിയില്ല എന്നും ഞാൻ ഈ ഗ്രൂപ്പ് വിട്ടു പോയിക്കൊള്ളാമെന്നും ഇത് ആരോടും പറയരുതെന്നാണ് താൻ ആഗ്രഹിച്ചതെന്നും തനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും താൻ ആഗ്രഹിക്കുന്നില്ല എന്നുമൊക്കെ പറഞ്ഞ് അഞ്ജലി സങ്കടപ്പെടുന്നു. അങ്ങനെ അവർ മദനന്റെ വീട്ടിൽ രാത്രിയാകുമ്പോഴേക്കും എത്തുന്നു. സീനിയേഴ്സായ 4-5 പേർ അവളോട് ഹരിക്ക് വേണ്ടി മാപ്പ് ചോദിക്കും. നിനക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക എന്നാണ് കോംപ്രമൈസ് സംസാരിക്കാൻ പോയവരുടെ പക്ഷം. അവന്മാരുടെ കൂടെ ഇരുന്ന് കള്ളു കുടിക്കരുതെന്ന് മോളോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഷെൽവന്റെ വാക്കിൽ പ്രകോപിതയാകുന്ന അഞ്ജലി അവിടെ നിന്നും പോകാനായി ഇറങ്ങും. ഹരിയെ പുറത്താക്കാൻ തയ്യാറാക്കിയ കത്ത് എല്ലാവരും ഉടനെ അഞ്ജലിയെ കാണിക്കുന്നു. ഈ സമയത്ത് വീടിന് പുറത്തു വെച്ച് ഹരി പറഞ്ഞ ഓഫർ സിജിൻ വിനയോട് പറയുന്നുണ്ട്. രാത്രിയിൽ 2:30 മണിക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ 2:12 വീഡിയോ കോളിന്റെ സ്ക്രീൻഷോട്ടിൽ ഹരി നല്ല ഉറക്കത്തിലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ടിന്റെ ഫോട്ടോ ജോളി എന്നൊരാൾ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അതോടെ ഹരിയെ താൻ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് അഞ്ജലിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയേണ്ടി വരുന്നു. പക്ഷെ അയാളാണ് അതെന്ന് തനിക്ക് ഉറപ്പായിരുന്നു. കാരണം അയാളുടെ കാറിന്റെ കീ അന്നവൾക്ക് അവിടെ നിന്നും കിട്ടിയിരുന്നു. ഹരി സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമിന്റെ മണവും അവിടെ ഉണ്ടായിരുന്നതായി അഞ്ജലി പറയും. എന്നാൽ അന്ന് രാത്രി സിഗരറ്റ് വേണമെന്ന് പറഞ്ഞ് കാറിന്റെ ചാവി വാങ്ങിക്കൊണ്ടുപോയത് സിജിനായിരുന്നു എന്ന് നന്ദൻ എല്ലാവരോടും പറയുന്നു. അങ്ങനെ അതിനെ ചൊല്ലി അവർ തമ്മിൽ തല്ലുകൂടാൻ ഒരുങ്ങുന്നു. പക്ഷേ ഇക്കാര്യം സിജിൻ നിഷേധിക്കും. കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ചാവി ഏതോ കുട്ടയിലാണ് എന്നാണ് ഹരി പറഞ്ഞത്. അത് താൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ആ സമയത്ത് താൻ ഷാജിദയുടെ മുറിയിൽ പോയിരുന്നു എന്നും അതൊരു ടാബ്ലറ്റ് വാങ്ങാനായിരുന്നുവെന്നും സിജിൻ പറയുമ്പോൾ ഷാജിദയുടെ ഭർത്താവ് സുധീർ ഭാര്യയെ വിളിച്ചു ചോദിച്ച് അത് ഉറപ്പാക്കുന്നു. അപ്പോൾ ഷാജിദയുടെ മകൾ പറഞ്ഞ ഒരു കാര്യം കൂടി സുധീർ എല്ലാവർക്കും മുന്നിലും വെളിപ്പെടുത്തുന്നുണ്ട്. വിനയും അഞ്ജലിയും ചുംബിക്കുന്ന രംഗം മകൾ കണ്ടു എന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. തങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചിരുന്ന വിനയ് അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും അഞ്ജലി തങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുള്ള സത്യം അവിടെ വെച്ച് എല്ലാവരോടും പരസ്യപ്പെടുത്തുന്നു. അതോടെ ഹരിയെ പുറത്താക്കാൻ വേണ്ടി ഇവർ ചെയ്ത നാടകമായിരുന്നു അതെന്ന് എല്ലാവരും പറയും. അങ്ങനെ തന്നെ വിശ്വസിക്കാത്തതിൽ മനംനൊന്ത് അഞ്ജലി മദനന്റെ വീട് വിട്ട് ഇറങ്ങുന്നു.
അങ്ങനെ അവൾ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിലെത്തുന്നു. കൂടെ വിനയുമുണ്ട്. ഹരിയല്ല ഇക്കാര്യം ചെയ്തതെങ്കിൽ പിന്നെ ആര് എന്നൊരു ചോദ്യം ആരും ചോദിക്കാത്തതാണ് അഞ്ജലിയെ വേദനിപ്പിച്ചത്. ചർച്ചയിലെല്ലാം ഹരിയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നുവെന്ന് അഞ്ജലി പറയുമ്പോൾ ഹരി നൽകിയ ഓഫറിന്റെ കാര്യം വിനയ് അഞ്ജലിയോട് വെളിപ്പെടുത്തുന്നു. നീ ട്രിപ്പിന് പോകുമോ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ നീയില്ലാതെ ഈ ട്രിപ്പിൽ ഞാനില്ല എന്നാണ് വിനയുടെ മറുപടി. ഇത് കേൾക്കുന്ന അഞ്ജലി പൊട്ടിച്ചിരിക്കുന്നു. അവൾ അവനെ ഉപേക്ഷിച്ച് ആ സ്ഥലത്ത് നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ കയറി തന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നു. അടുത്തത് ഹരിയുടെ ഷൂട്ടിംഗ് സ്ഥലമാണ് കാണിക്കുന്നത്. 2 മാസം മുമ്പ് മദനൻ ഫോണിൽ വിളിച്ച് തന്റെ ഓസ്ട്രേലിയക്കാരൻ സുഹൃത്ത് ഒരു സിനിമ എടുക്കുന്നുണ്ടെന്നും അതിൽ നീയാണ് നായകനെന്നും ഉടനടി ക്രൗൺ പ്ലാസയിൽ വരണമെന്നുമൊക്കെ പാതിരാത്രി ഹരിയോട് പറഞ്ഞിരുന്നു. രാത്രി കിലോമീറ്ററുകൾ താണ്ടി താൻ അവിടെ ചെന്നപ്പോൾ വെള്ളമടിക്കുന്ന കൂട്ടുകാരുമായുള്ള ഒരു പന്തയമായിരുന്നു അതെന്ന് ഹരിക്ക് മനസ്സിലാകുന്നു. ഏത് പാതിരാത്രിയിലായാലും താൻ വിളിച്ചാൽ ഒരു സിനിമാക്കാരൻ ഓടി വരുമെന്ന് മദനൻ കൂട്ടുകാരോട് ബെറ്റ് വെച്ച് പറഞ്ഞതായിരുന്നു അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഹരിയെ വിളിച്ചു വരുത്തുന്നത്. ഈ പണിക്ക് ഹരി നൽകിയ മറുപണിയായിരുന്നു നാടക സംഘത്തിന്റെ ട്രിപ്പ്. ഇക്കാര്യം ഹരി നേരിട്ട് വിളിച്ച് മദനനോട് പറയുമ്പോൾ സ്പീക്കർ ഫോണിൽ ഹരിയുടെ വാചകം കേട്ട കൂട്ടുകാരെല്ലാം അസ്വസ്ഥരാകുകയും അതിലൊരാൾ മദനനോട് കയർക്കുകയും അവിടെ കൂട്ടബഹളം ആവുകയും ചെയ്യുന്നു. ശേഷം സിനിമയുടെ അവസാന സീനായ ഒരു അമച്ചർ നാടകരംഗമാണ് കാണിക്കുന്നത്. അഞ്ജലി ജീവിതത്തിൽ അനുഭവിച്ച സംഘർഷങ്ങളാണ് നാടകത്തിന്റെ തീം. തന്റെ നാടക സുഹൃത്തുക്കളായ 12 പേരും ഈ വിഷയത്തിൽ പറഞ്ഞ പ്രധാന സംഭാഷണങ്ങൾ 12 കഥാപാത്രങ്ങളെ വെച്ച് അവതരിപ്പിക്കുകയാണ് അഞ്ജലി. അത് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞ് മുഖത്ത് മാസ്ക് വെച്ച് ഒരു കഥാപാത്രം നാടകത്തിനൊടുവിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നിനക്കെന്നെ കാണണ്ടേ സോഫിയ എന്ന് കഥാപാത്രം പറയുമ്പോൾ വേണ്ട എന്നാണ് സോഫിയയെ അവതരിപ്പിക്കുന്ന അഞ്ജലി പറയുന്നത്. നീയും ആ 11 പേരും തമ്മിൽ ഇന്ന് എനിക്കൊരു വ്യത്യാസവുമില്ല എന്ന് പറയുന്നിടത്താണ് നാടകത്തിന്റെയും സിനിമയുടെയും അവസാനം.